ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആൽഫബൽ ദ ഈസി ആൻഡ് സ്മാർട്ട് ലേണിംഗ്. നമ്മളിന്ന് നോക്കുന്നത് 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ടു ലൈഫ് പ്രോസസ്സസ് എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. ഒരുപാട് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. നമ്മളിന്ന് നോക്കുന്നത് മെറ്റബോളിസം എന്ന് പറയുന്ന ഫസ്റ്റ് ടോപ്പിക്കിനെ കുറിച്ചാണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ചാപ്റ്ററിലേക്ക് കിടക്കാം. ആദ്യം തന്നെ അവിടെ ഒരു ഇൻട്രൊഡക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പിക്ചറും അതിൻ്റെ കൂടെ തന്നെ ഒരു ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. The key of life is in the safe of science. Can life be created artificially? ലൈഫ് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. This is a challenge that science had taken up long before. Efforts towards it intensified after the first decade of the 21st century. സയൻസ് വേൾഡിൽ ഇതൊരു ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. 21st സെഞ്ച്വറിയുടെ തുടക്കത്തിൽ തന്നെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാനുള്ള എഫേർട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. After continuous efforts, the first artificial bacteria became a reality through genetic engineering. ഒരുപാട് വർഷത്തെ എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ബാക്ടീരിയ ജനറ്റിക് എഞ്ചിനീയറിങ്ങിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. A team of researchers at Cambridge artificially created E. coli bacterium that lives in the intestine and soil. ഇൻഡസ്റ്റൈനിലും അതുപോലെ തന്നെ സോയിലിലും നിന്നൊക്കെ ജീവിക്കുന്ന ഒരു ബാക്ടീരിയ ആയിട്ടുള്ള ഈ കോളി എന്ന് പറയുന്ന ബാക്ടീരിയനെ കാംബ്രിഡ്ജിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് റിസർച്ചേഴ്സ് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈവൻ ദോ അറ്റ് എ സ്ലോ പേസ് ദ ആർട്ടിഫിഷ്യൽ ബാക്ടീരിയ ക്യാൻ ഗ്രോ ആൻഡ് ഡിവൈഡ് ഇറ്റ് സെൽഫ്. വളരെ സ്ലോ ആയിട്ടാണെങ്കിലും ഈ ആർട്ടിഫിഷ്യൽ ബാക്ടീരിയയ്ക്ക് ഗ്രോ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ രണ്ട് ബാക്ടീരിയകൾ തമ്മിലൊരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം. യു ആർ ദ ഡ്യൂപ്ലിക്കേറ്റ്, ഐ ആം ദി ഒറിജിനൽ. നീ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഞാനാണ് ഒറിജിനൽ എന്ന് ഒരു ബാക്ടീരിയ പറയാണ്. നോ ഒറിജിനൽ ആൻഡ് നോ ഡ്യൂപ്ലിക്കേറ്റ്, ബോത്ത് ഓഫ് us ആർ ബാക്ടീരിയ. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഐ വാസ് മെയ്ഡ് ഇൻ എ ലാബ്. എന്താ ഇവിടെ പറയുന്നത്? ഒറിജിനലും ഇല്ല, ഡ്യൂപ്ലിക്കേറ്റും ഇല്ല. നമ്മൾ രണ്ടുപേരും ബാക്ടീരിയ തന്നെയാണ്. എന്നെ ഒരു ലാബിലാണ് പ്രൊഡ്യൂസ് ചെയ്തത് എന്ന് മാത്രമാണ് വ്യത്യാസം എന്ന് രണ്ടാമത്തെ ബാക്ടീരിയ പറയണം. എബോവ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ കോൺവെർസേഷൻ ബിറ്റ്വീൻ നാച്ചുറലി ഒക്കറിംഗ് ബാക്ടീരിയ ആൻഡ് ബാക്ടീരിയ പ്രൊഡ്യൂസ്ഡ് ഇൻ ലാബ്. മുകളിൽ കണ്ടത് ഒരു ആർട്ടിഫിഷ്യൽ ബാക്ടീരിയയും ഒരു നോർമൽ ബാക്ടീരിയയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ മാത്രമാണ്. ആർട്ടിഫിഷ്യൽ ബാക്ടീരിയനെ കണ്ടെത്തിയത് സയൻസ് വേൾഡിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു ടോപ്പിക്കാണ്. എന്തൊക്കെയായിരിക്കും സയൻസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്? ഏതൊരു ഓർഗനിസത്തിലും ലൈഫ് ഉണ്ട് അല്ലെങ്കിൽ ജീവൻ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് എങ്ങനെയൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും? ആ ഓർഗനിസത്തിന് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, ഗ്രോത്ത് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, റെസ്പോൺസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, റീപ്രൊഡക്ഷൻ, അങ്ങനെ ഒരുപാട് മെത്തേഡ് ഉണ്ട് അല്ലേ നമുക്കൊരു ഓർഗനിസത്തിന് ലൈഫ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ. അതാണ് നമ്മൾ ഇനി പറയുന്നത്. വിച്ച് ആർ ദ സയൻസ് ഓഫ് ലൈഫ്? ജീവൻ്റെ അടയാളങ്ങൾ നമുക്ക് ഏതൊക്കെയാണ് സയൻസ് ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് സയൻസ് ഓഫ് ലൈഫ്? റെസ്പിറേഷൻ, റെസ്പോൺസ്, മൂവ്മെൻറ്റ്, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ എക്സെട്ര ആർ ദ സയൻസ് ഓഫ് ലൈഫ്. ഇതൊക്കെയാണ് നമ്മൾ സയൻസ് ഓഫ് ലൈഫായിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം ഏതൊരു ഓർഗനിസത്തിൻ്റെയും ലൈഫിൽ ബേസ് എന്ന് പറയുന്നത് സെല്ലാണല്ലേ. സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ഏതൊരു ഓർഗനിസത്തിൻ്റെയും ലൈഫിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. ഈ സെല്ലിലാണ് ജീവൻ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള പല കെമിക്കൽ റിയാക്ഷൻസും നടക്കുന്നത്. The chemical reactions essential for the existence of life mainly takes place inside the cell. ഈ സെല്ലിനുള്ളിലാണ് ജീവൻ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള പല കെമിക്കൽ റിയാക്ഷൻസും നടക്കുന്നത്. ഈ ഒരു സെല്ലിൻ്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു സെല്ലിന് ഫങ്ഷൻ ചെയ്യാനുമായിട്ട് പല മോളിക്യൂൾസ് ആവശ്യമാണ്. ഈ മോളിക്യൂൾസ് ഒക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് പല എലമെൻസിൻ്റെയും കോമ്പിനേഷൻസ് ഉപയോഗിച്ചിട്ടാണ്. കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ്, കാൽഷ്യം അങ്ങനെയുള്ള പല എലമെൻസിൻ്റെയും കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ മോളിക്യൂൾസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. മെനി മോളിക്യൂൾസ് ആർ റിക്വയർഡ് ഫോർ സെൽ സ്ട്രക്ചർ ആൻഡ് സെൽ ഫങ്ഷൻ. സെല്ലിൻ്റെ സ്ട്രക്ചറിനും ഫങ്ഷനും ഒക്കെ ആയിട്ട് പല മോളിക്യൂൾസ് ആവശ്യമാണ്. These molecules are formed by the various combinations of elements such as carbon, hydrogen, oxygen, nitrogen, ഫോസ്ഫറസ് ആൻഡ് കാൽഷ്യം. ഇത്രയും എലമെൻസുകളുടെ
പലതരത്തിലുള്ള കോമ്പിനേഷൻസ് വെച്ചിട്ടാണ് ഈ മോളിക്യൂൾസ് എല്ലാം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ മനസ്സിലായി സെല്ലാണ് ബേസിക് യൂണിറ്റ്. ഏതൊരു ലൈഫിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. ഇനി ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് ചോദിച്ചാലോ? ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ് ആണ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്. ലൈഫിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ 4 എണ്ണമാണ്. ഇതിനെ ചേർത്തി വിളിക്കുന്ന പേരാണ് ബയോമോളിക്യൂൾസ്. ദീസ് ആർ നോൺ ആസ് ബയോമോളിക്യൂൾസ്. ഈ മോളിക്യൂൾസിനെ പറയുന്ന പേരാണ് ബയോമോളിക്യൂൾസ് എന്ന്. സെൽസ് ആണ് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്. അതുപോലെ തന്നെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരു 4 എലമെൻറ്റ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. ഇതിനെ ടുഗദർ വിളിക്കുന്ന പേരാണ് എന്ത്? ബയോമോളിക്യൂൾസ്. അപ്പം ഇനി ബയോമോളിക്യൂൾസ് എന്തൊക്കെയാണെന്നും അതിന് കൂടുതൽ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നും അവിടെ ഒരു ഇലസ്ട്രേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്, ഇത് 4 ചേർന്നതാണ് ബയോമോളിക്യൂൾസ്. ഈ ബയോമോളിക്യൂൾസിന് കൂടുതൽ എക്സാമ്പിൾസ് ആണ് നമ്മളിനി നോക്കുന്നത്. ഫസ്റ്റ് വൺ കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റിന് വരുന്ന എക്സാമ്പിൾസ് ആണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ്. ഈ 5 എണ്ണമാണ് കാർബോഹൈഡ്രേറ്റിനുള്ള എക്സാമ്പിൾസ്. അടുത്തത് ലിപ്പിഡ്സ് ആണ്. ലിപ്പിഡ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫാറ്റ്സും ഓയിൽസും ആണ്. അടുത്തത് പ്രോട്ടീൻ ആണ്. പ്രോട്ടീനിൽ വരുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത് എൻസൈംസ്, ഹോർമോൺസ്, ആൻറ്റിബോഡീസ്. ഇത് 3 പ്രോട്ടീൻസിനുള്ള എക്സാമ്പിൾസ് ആണ്. പിന്നെ ലാസ്റ്റ് വൺ ന്യൂക്ലിക് ആസിഡ് ആണ്. ന്യൂക്ലിക് ആസിഡിന് 2 എക്സാമ്പിളേ ഉള്ളൂ. DNA-യും RNA ആണ് ന്യൂക്ലിക് ആസിഡിൽ വരുന്നത്. അപ്പോൾ ബയോമോളിക്യൂൾസ് 4 തരത്തിലുണ്ട്: കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിക് ആസിഡ്. ഇതിനെല്ലാം എക്സാമ്പിൾസും നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി എന്താ അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ all life signs are manifested by the actions of biomolecules and many other chemical factors inside the cell. സെല്ലിനകത്തുള്ള പല കെമിക്കൽ ഫാക്ടേഴ്സും ബയോമോളിക്യൂൾസും ആണ് ഓരോ സെല്ലിൻ്റെയും ആക്ഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. All such chemical reactions together taking place in an organism are called metabolism. ഒരു ഓർഗാനിസത്തിലെ സെല്ലിനുള്ളിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് മെറ്റബോളിസം. അപ്പം എന്താണ് മെറ്റബോളിസം എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക? ഒരു ഓർഗാനിസത്തിൻ്റെ സെല്ലിനുള്ളിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷനെയും നമ്മൾ ചേർത്ത് വിളിക്കുന്ന ഒരു പേരാണ് മെറ്റബോളിസം. മെറ്റബോളിസം ഈസ് all such chemical reactions together taking place in an organism are called metabolism. ഓരോ ഓർഗാനിസത്തിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷനെയും നമ്മൾ ചേർത്ത് വിളിക്കുന്നതാണ് മെറ്റബോളിസം എന്ന്. മെറ്റബോളിസം ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2. മെറ്റബോളിസം 2 തരത്തിലുണ്ട്. അനാബോളിസം ഉണ്ട്, കാറ്റബോളിസം ഉണ്ട്. അനാബോളിസം എന്ന് വെച്ചാൽ വിച്ച് കമ്പൈൻസ് മോളിക്യൂൾസ് ആൻഡ് കാറ്റബോളിസം വിച്ച് ബ്രേക്സ് ഡൗൺ മോളിക്യൂൾസ്. കുഞ്ഞു കുഞ്ഞു മോളിക്യൂൾസ് ചേർന്നിട്ട് വലിയൊരു മോളിക്യൂളായി മാറുന്നതിനെയാണ് അനാബോളിസം എന്ന് പറയാം. വലിയൊരു മോളിക്യൂള് ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ മോളിക്യൂൾസ് ആയിട്ട് മാറുന്നതിനെ കാറ്റബോളിസം എന്നും പറയും. അപ്പോൾ മെറ്റബോളിസം എന്ന് വെച്ചാൽ ഒരു ഓർഗാനിസത്തിൽ നടക്കുന്ന മൊത്തം കെമിക്കൽ റിയാക്ഷനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് മെറ്റബോളിസം. അത് 2 തരത്തിലുണ്ട്. കാറ്റബോളിസം ഉണ്ട്, അനാബോളിസം ഉണ്ട്. മെറ്റബോളിസം 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അനാബോളിസം ഉണ്ട്, കാറ്റബോളിസം ഉണ്ട്. അനാബോളിസം എന്ന് വെച്ചാൽ എന്തായിരുന്നു? അനാബോളിസം എന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു മോളിക്യൂൾസ് ചേർന്ന് വലിയൊരു മോളിക്യൂളായിട്ട് മാറുന്നതിനാണ് അനാബോളിസം എന്ന് പറഞ്ഞില്ലേ? അനബോളിസം ഇസ് ദ പ്രോസസ് വിച്ച് കമ്പൈൻസ് മോളിക്യൂൾസ്. മോളിക്യൂൾസിനെ കമ്പൈൻ ചെയ്യുന്നതിനെയാണ് അനബോളിസം എന്ന് വിളിക്കുക. അതിനൊരു എക്സാമ്പിളാണ് ഫോട്ടോസിന്തസിസ്. അതായത് പ്ലാന്റ്സ് കുഞ്ഞു കുഞ്ഞു മോളിക്യൂൾസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒക്കെ യൂസ് ചെയ്തിട്ട് വലിയ മോളിക്യൂളായിട്ടുള്ള എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? ആ കുഞ്ഞു കുഞ്ഞു മോളിക്യൂൾസ് യൂസ് ചെയ്തിട്ട് വലിയൊരു മോളിക്യൂൾസിനെ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? അനബോളിസം. അപ്പം അനബോളിസത്തിന് ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയാം? ഫോട്ടോസിന്തസിസ് ഒരു എക്സാമ്പിളാണ് അനബോളിസത്തിന്. ഫോട്ടോസിന്തസിസിൽ എന്താ നടക്കുന്നത്? പ്ലാന്റ് സിന്തസൈസ് ഗ്ലൂക്കോസ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. പ്ലാന്റ് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ചിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാണ്? ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുക. ഗ്ലൂക്കോസ് ഒരു വലിയ മോളിക്യൂളാണ് അല്ലേ? വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ചെറിയ ചെറിയ മോളിക്യൂൾസ് ആണ്. ആ ചെറിയ ചെറിയ മോളിക്യൂൾസിനെ യൂസ് ചെയ്തിട്ട് വലിയൊരു മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് എന്തിന് എക്സാമ്പിളാണ്? അനബോളിസത്തിന് എക്സാമ്പിളാണ്.
ഇനി നമ്മൾ കാറ്റബോളിസം എന്താ പറഞ്ഞേ? കാറ്റബോളിസം എന്ന് വെച്ചാൽ വലിയൊരു മോളിക്യൂൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ചെറിയ മോളിക്യൂൾസ് ആയിട്ട് മാറുന്നതായിരുന്നു കാറ്റബോളിസം. അപ്പോൾ പ്രോട്ടീൻ്റെ ബ്രേക്ക് ഡൗണ് കാറ്റബോളിസത്തിന് ഒരു എക്സാമ്പിളാണ്. ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ആയിട്ട് എന്തായിട്ടാണ് മാറുന്നേ? അമിനോ ആസിഡ്സ് ആയിട്ട് മാറും. പ്രോട്ടീനെ വെച്ച് നോക്കുമ്പോൾ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സിംപ്ലർ ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. അപ്പോൾ വലിയൊരു മോളിക്യൂള് അതിൻ്റെ സിംപ്ലർ ഫോമിലേക്ക് അല്ലെങ്കിൽ ചെറിയ ചെറിയ മോളിക്യൂൾസ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് കാറ്റബോളിസം എന്ന് പറയുക. അതിനൊരു എക്സാമ്പിളാണ് ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്തായിട്ടാണ് മാറുന്നേ? അമിനോ ആസിഡ്സ് ആയിട്ട് മാറുന്നു. അപ്പം നമുക്ക് മനസ്സിലായി മെറ്റബോളിസം 2 രീതിയിലുണ്ട്. അനാബോളിസം ഉണ്ട്, കാറ്റബോളിസം ഉണ്ട്. എക്സാമിന് ചിലപ്പോൾ എക്സാമ്പിൾസ് ചോദിക്കും. അപ്പോൾ രണ്ടിനുമുള്ള ഈ എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് എൻസൈംസിനെ കുറിച്ചും ഹോർമോൺസിനെ കുറിച്ചുമാണ് പഠിക്കാനുള്ളത്. അതെന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. എൻസൈംസ് എന്താണെന്ന് വെച്ചാൽ ഓരോ ഓർഗനിസത്തിൻ്റെയും ബോഡിയിൽ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസിൻ്റെയൊക്കെ സ്പീഡ് കൂട്ടാൻ സഹായിക്കുന്ന മോളിക്യൂൾസ് ആണ് എൻസൈംസ്. Enzymes are molecules which help to speed up the countless chemical reactions that takes place in organism every moment. ഓരോ സെക്കൻഡിലും ഓരോ ഓർഗനിസത്തിൽ നടക്കുന്ന ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസിൻ്റെയൊക്കെ സ്പീഡ് കൂട്ടാൻ സഹായിക്കുന്ന ആളാണ് എൻസൈം. ഒരുപാട് എൻസൈം ഉണ്ട്. അതിൽ 1-2 എക്സാമ്പിൾസ് ഓർത്തു വയ്ക്കാം. മോസ്റ്റ് എൻസൈംസ് ആർ പ്രോട്ടീൻസ്. സലൈവറി അമിലേസ് പ്രസൻറ്റ് ഇൻ സലൈവ and pepsin present in gastric juice are examples for enzyme. സലൈവയിൽ ഉണ്ടാവുന്ന സലൈവറി അമിലേസും അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള പെപ്സിനും എൻസൈംസിനും ഓരോ എക്സാമ്പിൾസ് ആണ് എന്നാണ് പറയുന്നത്. എൻസൈംസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാൻ സഹായിക്കുന്ന മോളിക്യൂൾസ് ആണ്. സലൈവറി അമിലേസും പെപ്സിനും എൻസൈംസിനും ഒരു എക്സാമ്പിളാണ്. അടുത്തത് ഹോർമോൺസ് ആണ്. ഹോർമോൺസും ഇതുപോലെ തന്നെ കെമിക്കൽ മോളിക്യൂൾസ് ആണ്. അതെന്താ ചെയ്യുന്നത്? ദാറ്റ് റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ബയോളജിക്കൽ പ്രോസസ്സസ്. ജീവൽ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് ഹോർമോൺസ്. അതായത് ഓരോ ഓർഗനിസത്തിൻ്റെയും ബോഡിയിൽ ഒരുപാട് ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിച്ച് നേരാവണ്ണം കൊണ്ടുപോകുന്നത് ഹോർമോൺസ് ആണ്. ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോൺസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. പലതരത്തിലുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. ഇനി ഹോർമോൺസ് 2 എക്സാമ്പിൾസും അവിടെ പറയുന്നുണ്ട്. ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ദാറ്റ് കൺട്രോൾ ദ ഫങ്ഷൻ ഓഫ് സെക്സ് ഓർഗൻസ് ആർ എക്സാമ്പിൾസ് ഫോർ ഹോർമോൺസ്. സെക്സ് ഓർഗൻ്റെ ഫങ്ഷനെ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ഹോർമോൺസ് ആണ് ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഓക്കെ, അപ്പം നമ്മൾ എൻസൈംസ് എന്താണ്, ഹോർമോൺസ് എന്താണെന്ന് പറഞ്ഞു. എൻസൈംസ് എന്ന് വെച്ചാൽ കെമിക്കൽ റിയാക്ഷൻസ്, നമ്മുടെ ബോഡിയിലൊക്കെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്ന മോളിക്യൂൾസിന് എൻസൈംസ് എന്ന് പറയും. സലൈവറി അമിലേസും പെപ്സിനും അതിന് എക്സാമ്പിളാണ്. അടുത്തത് ഹോർമോൺസ് ആണ്. ബയോളജിക്കൽ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് ഹോർമോൺസ്. ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ആർ എക്സാമ്പിൾ ഫോർ ഹോർമോൺസിനുള്ള എക്സാമ്പിൾസ് ആണ് ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതെന്തായാലും നന്നായിട്ട് നോക്കി വയ്ക്കാം. അടുത്തതായിട്ട് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് certain factors necessary for metabolism in living organism are synthesized inside the cell. മെറ്റബോളിസം നടക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സൊക്കെ സെല്ലിനുള്ളിൽ തന്നെ സിന്തസൈസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ. ഇത് കൂടാണ്ട് തന്നെ വേറെയും കുറേ ഫാക്ടേഴ്സ് നമുക്ക് ആവശ്യമാണ് മെറ്റബോളിസം നടക്കാനായിട്ട്. ആ ഫാക്ടേഴ്സൊക്കെ എങ്ങനെയായിരിക്കും സെല്ലിനകത്തേക്ക് എത്തുന്നത് എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. Many other factors required for metabolism are obtained from their external environment. മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ള വേറെ കുറേ ഫാക്ടേഴ്സ് നമുക്ക് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നാണ് കിട്ടുന്നത്. അത് ഏതൊക്കെയാണ് അത് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, വാട്ടർ, ന്യൂട്രിയൻസ്, ഇതൊക്കെ മെറ്റബോളിസം നടക്കാനായിട്ട് ആവശ്യമാണ്. നമുക്കറിയാം ഓക്സിജൻ നമുക്ക് എങ്ങനെയാണ് ഓക്സിജൻ കിട്ടുന്നത്? നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ, നമ്മൾ ശ്വസിക്കുമ്പോൾ ഓക്സിജൻ നമ്മുടെ ബോഡിയിലേക്ക് എത്തും അല്ലേ. അതുപോലെ ഡ്രിങ്കിങ്ങിലൂടെ വാട്ടർ കിട്ടുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നതിലൂടെ ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പ്ലാന്റ്സിനൊക്കെ ആണെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ എന്താവശ്യമാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം എങ്ങോട്ട് എത്തണം? സെല്ലിലേക്ക് എത്തണം. സെല്ലിലാണ് മെറ്റബോളിസം നടക്കുന്നത്. അതെങ്ങനെയാണ് സെല്ലിലേക്ക് എത്തുന്നത് എന്നാണ് ഇനി നോക്കുന്നത്. അതിനായിട്ട് അവിടെ കുറച്ച് പിക്ചേഴ്സും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് അമീബയുടെ കേസ് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ അമീബയാണ്. അമീബ നമുക്കറിയാം ഒരു യൂണിസെല്ലുലാർ ഓർഗനിസമാണ്. ഈ യൂണിസെല്ലുലാർ ഓർഗനിസത്തിൽ എങ്ങനെയാണ് പുറത്തു നിന്നുള്ള മെറ്റീരിയൽസ്
സെല്ലിനകത്തേക്ക് എത്തുന്നത് എന്ന് വെച്ചാൽ സെൽ മെംബ്രെയിനിലൂടെ ഡയറക്റ്റായിട്ട് സൈറ്റോപ്ലാസത്തിലേക്ക് എൻട്രിയാണ് ചെയ്യുന്നത്. ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസം, സബ്സ്റ്റൻസസ് ഫ്രം ദി എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എൻ്റർ ദി സൈറ്റോപ്ലാസം ത്രൂ ദ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനിലൂടെ ഡയറക്റ്റ് ഈ മെറ്റീരിയൽസ് എങ്ങോട്ടേക്ക് എൻട്രി ചെയ്യുന്നു? സൈറ്റോപ്ലാസത്തിലേക്ക് എൻട്രി ചെയ്യുന്നു. ഓക്കെ, ഇനി അനിമൽസിൻ്റെ കേസ് നോക്കാം. അനിമൽസ് ആണെങ്കിൽ നമുക്കറിയാം യൂണിസെല്ലുലാർ അല്ല അല്ലേ. അനിമൽ ബോഡി എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ആണ്. ധാരാളം സെൽസ് കാണും. ആ സെൽസിനിടയിൽ ധാരാളം സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയാം. അപ്പോൾ ഈ അനിമൽസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പുറത്തു നിന്നുള്ള മെറ്റീരിയൽസ് ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് എത്തും. ആ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്നാണ് പിന്നീട് സെൽ മെംബ്രെയിനിലൂടെ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്നത്. സബ്സ്റ്റൻസസ് റിസീവ്ഡ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് undergo certain changes and reaches the extracellular fluid. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നുള്ള സബ്സ്റ്റൻസ് ചില മാറ്റങ്ങളൊക്കെ വന്നതിന് ശേഷം എങ്ങോട്ടേക്ക് എത്തും? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് എത്തും. അവിടെ നിന്നാണ് സെൽ മെംബ്രെയിനിലൂടെ എങ്ങോട്ടേക്ക് എൻട്രി ചെയ്യുന്നത്? സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്നത്. ഫ്രം ദർ ഇറ്റ് എൻറ്റേഴ്സ് ദ സൈറ്റോപ്ലാസം ത്രൂ ദ സെൽ മെംബ്രെയിൻ. അവിടെ നിന്ന് എന്ത് ചെയ്യും? അത് സെൽ മെംബ്രെയിനിലൂടെ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തും. അപ്പോൾ അമീബയിലും അനിമൽസിലും എങ്ങനെയാണ് പുറത്തു നിന്നുള്ള മെറ്റീരിയൽസ് ഉള്ളിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലായി. ഇനി പ്ലാന്റ്സിൻ്റെ കേസാണ് നോക്കുന്നത്. പ്ലാന്റ്സിൽ 2-3 തരത്തിൽ ഈ മെറ്റീരിയൽസ് സെല്ലിനകത്തേക്ക് എത്തുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻ പ്ലാന്റ്സ്, ഫ്രം ദി എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് സബ്സ്റ്റൻസസ് എൻ്റർ ദ സൈറ്റോപ്ലാസം ത്രൂ വേരിയസ് മീൻസ്. പ്ലാന്റ്സിൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് മെറ്റീരിയൽസ് സൈറ്റോപ്ലാസത്തിലേക്ക് പല രീതിയിലൂടെ എത്തുന്നുണ്ട്. ഫസ്റ്റ് വൺ സെൽവാളിലൂടെയോ അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ സ്പേസസിലൂടെയോ ആണ് എത്തുന്നത്. സെൽവാളിലൂടെ എത്തുന്നുണ്ട്, അതല്ലെങ്കിൽ സെല്ലുകൾക്കിടയിൽ ഉണ്ടാവുന്ന സ്പേസ്, അതിനാണ് എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് എന്ന് പറയുക. അപ്പോൾ സെൽവാളിലൂടെയും എക്സ്ട്രാ സെല്ലുലാർ സ്പേസിലൂടെയും എത്തുന്നുണ്ട്. ദെൻ പ്ലാസ്മോഡെസ്മാറ്റ വഴി എത്തുന്നുണ്ട്. പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറഞ്ഞാൽ അതൊരു സൈറ്റോപ്ലാസ്മിക് കണക്ഷനാണ്. അഡ്ജസൻറ്റ് സെല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സൈറ്റോപ്ലാസ്മിക് കണക്ഷനാണ് പ്ലാസ്മോഡെസ്മാറ്റ. ഈ പ്ലാസ്മോഡെസ്മാറ്റ വഴിയും മെറ്റീരിയൽസ് സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്നുണ്ട്. ത്രൂ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് കോൾഡ് പ്ലാസ്മോഡെസ്മാറ്റ ദാറ്റ് കണക്ട് അഡ്ജസൻറ്റ് സെൽസ്. അഡ്ജസൻറ്റ് സെല്ലുകളെ കണക്ട് ചെയ്യുന്ന പ്ലാസ്മോഡെസ്മാറ്റ വഴിയും മെറ്റീരിയൽസ് സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്നുണ്ട്. ദെൻ ഫ്രം വൺ സെൽ ടു അനദർ ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ. ഒരു സെല്ലിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്ലാസ്മ മെംബ്രെയിനിലൂടെയും ഒരു സെല്ലിൽ നിന്ന് മെറ്റീരിയൽസ് വേറൊരു സെല്ലിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അമീബയിലും അനിമൽസിലും അതുപോലെ തന്നെ പ്ലാന്റ്സിലും എങ്ങനെയാണ് പുറത്തു നിന്നുള്ള മെറ്റീരിയൽസ് സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്നതെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. നെക്സ്റ്റ് അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈസ് ദ എൻ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ലൈക്ക് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്? അതായത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് പോലെ ഒരു ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഉണ്ടോ ഓർഗാനിസത്തിൽ എന്നാണ് ചോദിക്കുന്നത്. അതായത് പ്ലാന്റ്സിലാണെങ്കിലും അനിമൽസിലൊക്കെ ആണെങ്കിലും എന്തുണ്ട്? ഒരു ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഉണ്ട് അല്ലേ? അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻ അനിമൽസ് ദ ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ ദ സെൽസ് സെർവ്സ് ആസ് ദ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. അനിമൽസിലാണെങ്കിൽ സെല്ലിനിടയിൽ കാണുന്ന ആ സ്പേസിൽ ഒരു ഫ്ലൂയിഡ് ഫിൽ ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്നാണ് പറയുക. ആ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡാണ് ഇൻറ്റേർണൽ എൻവയോൺമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പ്ലാന്റ്സിലെ ഇൻറ്റേർണൽ എൻവയോൺമെൻ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. അതിൽ സെൽ വാളും അതിൻ്റെ കമ്പോണൻസും അതുപോലെ തന്നെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡും അതുകൂടാതെ എയർ സാക്സും കൂടെ വരുന്നുണ്ട്. ദ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഓഫ് പ്ലാന്റ്സ് കൺസിസ്റ്റ് ഓഫ് സെൽ വാൾസ് ആൻഡ് ദെയർ കമ്പോണൻസ്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആൻഡ് എയർ സാക്സ് ബിറ്റ്വീൻ സെൽസ്. അതായത് നമുക്കറിയാം പ്ലാന്റ് സെല്ലിന് കവർ ചെയ്ത് പുറത്തൊരു സെൽ വാൾ ഉണ്ടല്ലേ. അപ്പോൾ ആ സെൽ വാളും അതിൻ്റെ കമ്പോണൻസും അതുകൂടാതെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് പിന്നെ എയർ സാക്സ് ഉണ്ട്. പ്ലാന്റ് സെല്ലിൽ എയർ സാക്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നതാണ് പ്ലാന്റിൻ്റെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. ഇപ്പോൾ അനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അത് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് എഴുതാം. ഓക്കെ, ഇനി അടുത്ത് എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? കീപ്പിംഗ് ദ കമ്പോസിഷൻ ഓഫ് ദ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ് ഹോമിയോസ്റ്റാസിസ്. അതായത് ഈ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിലുള്ള കമ്പോസിഷൻ, ആ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എപ്പോഴും അതുപോലെ തന്നെ സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക? ഹോമിയോസ്റ്റാസിസ് എന്ന് വിളിക്കുക. ഹോമിയോസ്റ്റാസിസ് നീഡ് ടു ബി മെയിൻറ്റെയിൻ ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് മെറ്റബോളിസം.
ഈ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നല്ല സ്മൂത്തായിട്ട് മെറ്റബോളിസം നടക്കുള്ളൂ, മെറ്റബോളിസം ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുള്ളൂ. ഈ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിന് എന്തെങ്കിലും നാശം സംഭവിക്കുകയാണെങ്കിൽ അത് ലൈഫിന് വരെ ഡേഞ്ചർ ആണെന്നാണ് പറയുന്നത്. ഡിസ്റപ്ഷൻ ഓഫ് കെമിക്കൽ കമ്പോസിഷൻ ഓഫ് ദ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ക്യാൻ ബി ത്രെട്ടനിങ് ടു ലൈഫ്. അതായത് ഈ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിലുള്ള കെമിക്കൽ കമ്പോസിഷൻ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അത് ജീവന് തന്നെ ഭീഷണിയാണെന്നാണ് പറയുന്നത്. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിനെയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് വിളിക്കുന്നത്. ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ സ്മൂത്തായിട്ട് ഇത് നടക്കുള്ളൂ, മെറ്റബോളിസം നടക്കുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മെറ്റബോളിസത്തെക്കുറിച്ചും വേറെ മറ്റൊരുപാട് കാര്യങ്ങളും ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.